വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ലോകയുടെ സീക്വലായ ലോക ചാപ്റ്റർ 2 ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടി ദുൽഖർ സൽമാൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവരൊരു ചെറിയൊരു ടീസർ പുറത്തു വിട്ടിട്ടുണ്ട്. ചെറുതൊന്നല്ല, അത്യാവശ്യം കിടലൻ ടീസർ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മളെ മെയിൻ ക്യാരക്ടർ ചാത്തൻ ആയിരിക്കും ചാപ്റ്റർ 2 എന്ന് ഉള്ളത് 100% കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ ഫസ്റ്റ് സീൻ. ഇവർ രണ്ടുപേരും, അതായത് ചാത്തനും ഒടിയൻ ചാർലി ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ചാത്തൻ നമ്മൾ ഒരു ഫൺ ആയിട്ടുള്ള ക്യാരക്ടറും അവരുടെ ചാപ്റ്റർ 1 നീലിയുടെ കഥയൊക്കെ പറയുന്ന ഒരു സീനാണിത്. ദേ ലിവിങ് അമംഗ് അസ് എന്നുള്ള ആ ബുക്കിൽ നീലിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പറഞ്ഞത് ചാപ്റ്റർ 2 ഞാനാണ്, അതായത് ചാത്തനാണ് ചാപ്റ്റർ 2 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കും, വരുമോ എന്നൊക്കെ ടോവിനോൻ്റെ ചാത്തൻ ചോദിക്കുന്നുണ്ട് ദുൽഖറിനോട്. ഇപ്പം നമ്മുടെ ചാത്തൻ്റെ ഒരു ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്, അവന് ഇച്ചിരി ടെററാണ്. അപ്പം മൂത്തോനും ചാത്തനും, അതായത് നമ്മുടെ ഈ ടോവിനോൻ്റെ ഈ ചാത്തനാണ് അവൻ്റെ ലക്ഷ്യം, ഈ ചേട്ടൻ ചാത്തൻ്റെ ലക്ഷ്യം മൂത്തോനും ഈ നമ്മുടെ ഈ ഇരിക്കുന്ന ടോവിനോൻ്റെ ചാത്തനെയാണ്. അപ്പോൾ അവന് ചെറിയൊരു പേടി. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ നീ വരുമോ എന്നൊക്കെയാണ് ഈ സീനിൽ ഒടിയൻ ചാർലിയോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാർലി, ഒടിയൻ ചാർലി തിരിച്ചു ചോദിക്കണം, ഞാൻ എന്തിനാ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടണേന്ന്. അതായത് പുള്ളിക്ക് യാതൊരു താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇതിൽ കിട്ടിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ചാത്തൻ ചാർലിയോനോട്. അതായത് ഒടിയനാണോ ഹിറ്റ്ലറിനെ കൊന്നതെന്നുള്ളത്. അതായത് ഹിറ്റ്ലറിൻ്റെ മരണം ഇപ്പോഴും വളരെ അധികം ദുരൂഹതകൾ നിറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ഒടിയനാണ് ഹിറ്റ്ലറിനെ കൊന്നതെന്നുള്ളൊരു ഐഡിയ ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു സിനേറിയോ ഫ്ലാഷ് ബാക്കിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സീനിൽ ശരിക്കും ടോവിനോൻ്റെ ചാത്തൻ നമ്മുടെ ദുൽഖറിൻ്റെ ചാർലി ഒടിയൻ ചാർലിനോട് ചോദിക്കുന്നതാണ്, ചാപ്റ്റർ 2 എന്തായാലും സഹായമൊക്കെ വേണ്ടി വരും, ഞാൻ വിളിച്ചാൽ ഓടി വരണേന്നൊക്കെ. അപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് തന്നെയാണ് ഈ സീൻ അവർ ചിത്രീകരിച്ചേക്കുന്നത്, ഈ ടീസറിൽ പുറത്തു വിട്ടേക്കുന്നത്. അപ്പോൾ ഒടിയൻ തിരിച്ച് വരില്ല എന്നൊക്കെ പറയുന്ന ഒരു സീനാണ്. പക്ഷേ നമുക്കറിയാലോ, ദുൽഖറിൻ്റെ ഒടിയൻ വരും. അതാണല്ലോ സിനിമ, അതായിരിക്കണം സിനിമ. അപ്പോൾ നമ്മുടെ ദുൽഖറിൻ്റെ ചാർലി എണീറ്റ് പോവുകയാണ്. പോകുന്ന സമയം നമ്മുടെ ട്രിക്സ്റ്റർ ആയ ടോവിനോൻ്റെ ചാത്തൻ്റെ ഒരു അടുത്തൊരു ട്രിക്കും കൂടി കാണാം. അപ്പോൾ ഒരു പ്ലെയിൻ കാർഡ് എടുത്ത് എറിയണു. അപ്പോൾ നമ്മുടെ ഒടിയൻ ചാർലി വാൾ വെച്ച് ആ കാറിന് 2 പീസാക്കി നിലത്തോട്ട് വെട്ടിയിടുന്നു. ഇത് നമ്മൾ പല സൂപ്പർ ഹീറോ സിനിമസിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കമ്പാരിസൺ ഡെഡ് പൂളും വൂൾവറിനുമായിട്ടുള്ളതാണ്. അതേപോലത്തെ ഒരു സിമിലർ ഒരു ക്യാരക്ടർ കെമിസ്ട്രിയാണ് എനിക്കിതിൽ കാണാൻ കഴിഞ്ഞത്. അതായത് ഒരു ഡെഡ് പൂളും വൂൾവറിനും തമ്മിലുള്ള അതേ ഒരു ക്യാരക്ടർ കെമിസ്ട്രി തന്നെയാണ് ഇവിടെ ചാത്തനും ഒടിയനും തമ്മിൽ കാണിച്ചു വെച്ചേക്കുന്നത്. അതായത് മൈക്കിളും ചാർലിയും തമ്മിൽ കാണിച്ചു വെച്ചേക്കുന്നത്. രണ്ടും ഏകദേശം സിമിലർ വൈബ് തന്നെയാണ് ഇവർ പിടിച്ചേക്കുന്നത്. അപ്പോൾ അവസാനത്തെ സീനിൽ പറയുന്നത്, നമ്മുടെ ചാത്തൻ പറയും, നിന്നെ ചാത്തന്മാർ കൊണ്ടുവരും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചാപ്റ്റർ 2 എന്തായാലും ദുൽഖറിൻ്റെ ഒരു ക്യാമിയോ, എക്സ്റ്റൻഡ് ക്യാമിയോ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് തന്നെ മിക്കവാറും ദുൽഖറിൻ്റെ ഒടിയൻ ചാർലി തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ ടോവിനോൻ്റെ മൈക്കിളിനെ ചാത്തനെ സഹായിക്കാൻ. അപ്പോൾ അതാണ് അതിൽ മെയിൻ ഒരു കണ്ടന്റും ഹൈലൈറ്റും. ടീസറിൽ ചാത്തന്മാർ കൊണ്ടുവരും ആരെ, നമ്മുടെ ചാർലീനെ. പിന്നെ കാണിക്കുന്ന ഈ സീക്വൻസുകളിൽ നമ്മുടെ ചാത്തൻ്റെ ചേട്ടൻ ചാത്തനാണ് കാണിക്കുന്നത്. ഇച്ചിരി ഭീകരനാണ്, ടെററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചാപ്റ്റർ 2 ഒരു മെയിൻ ഘടകം ആയിരിക്കും ചേട്ടനായ ചാത്തൻ അനിയനായ ടോവിനോൻ്റെ ചാത്തനെ പിടിക്കാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് ഈ ഇവർ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടോവിനോ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ചാത്തൻ ഭീകരൻ വന്ന് നമ്മുടെ ടോവിനോൻ്റെ ചാത്തനെ പിടിക്കുന്നു, കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നു. അതോടൊപ്പം ഭൂമി, അതായത് ക്യാമറ ഫുൾ തിരിയുന്ന ഒരു സീനാണ്. അതായത് ഈ ചേട്ടൻ ചാത്തൻ ഒരു ആകാശത്ത് നിൽക്കുന്ന പോലെയും ടോവിനോ നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന പോലെയാണ്. പിന്നെ പെർസ്പെക്റ്റീവ് മാറുന്നു, തിരിച്ചാവുന്നു. അതായത് പവർ തിരിച്ച് വേറെ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യണമെന്ന് വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പവർ ബാലൻസ് ഈ സീനിൽ മാറുന്നു. അതായത് ടോവിനോയ്ക്ക് ഒരു പേടിയില്ല, ടോവിനോ ഈ സീനിൽ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ബാക്കിലോട്ട് സൂം ചെയ്യുന്നതോറും കൂടുതൽ ക്യാരക്ടേഴ്സും ബാക്കിയുള്ള 389 ചാത്തന്മാരെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ ചാത്തന്മാരെല്ലാം കൂടി ടോവിനോൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സീനായിട്ടാണ് കാണിക്കുന്നത്. അതോടെ ചാപ്റ്റർ 2 ടൈറ്റിൽ കാർഡും കാണിക്കുന്നു, ലോക ചാപ്റ്റർ 2. അപ്പോൾ ഇത്രയൊക്കെയാണ് ലോക ചാപ്റ്റർ 2 ടീസറിൽ നമുക്ക് ബ്രേക്ക് ഡൗണും ഡീകോഡ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടുപിടിച്ച രഹസ്യങ്ങൾ പറയുക.